റമളാൻ കിറ്റ് വിതരണം ചെയ്തു. കണ്ടമംഗലം പുറ്റാനിക്കാട് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും നന്മ നിറഞ്ഞ വാട്സ്ആപ്പ് കൂട്ടായ്മയും സംയുക്തമായി നടത്തിയ റമളാൻ കിറ്റ് വിതരണം ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞലവി മദനി ഉദ്ഘാടനം ചെയ്തു. കെ ഹംസ മുസ്ലിയാർ കണ്ടമംഗലം, പ്രാർത്ഥനയോടെ സൈദലവി കുന്നത്ത്, യൂസഫ് കക്കൂത്ത്, അസീസ് ചെറുമലയിൽ, മൂസ കോഴിക്കോടൻ, ബഷീർ CM എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. മുഖ്യ സംഘാടകനും ട്രസ്റ്റ് ചെയർമാനുമായ കുഞ്ഞലവി മദനിയുടെ നേതൃത്വത്തിലാണ് 1999 മുതൽ വർഷം തോറും കിറ്റ് വിതരണം നടന്നുവരുന്നത്. നമുക്ക് പെട്ടെന്ന് പിരിച്ചുവിടാം. ചെറിയൊരു സന്ദേശം മാത്രം സന്ദേശം നൽകി നമുക്ക് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയോടുകൂടെ കിറ്റ് വിതരണം നടത്തണം. 1999 മുതൽ തുടക്കം കുറിച്ച ഈ പ്രവർത്തനത്തിന് സഹകരിച്ച എൻ്റെ പ്രവാസികളുണ്ട്. എടുത്തു പറയേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിവെടുത്തുകൊണ്ടല്ല എന്നുള്ളത് ആദ്യം തന്നെ എടുത്തു പറയുകയാണ്. ഒരു വ്യക്തിയാണ് നമ്മെ സഹായിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഈ നാട്ടിൽ നിന്ന് ഞാൻ പിരിവ് ആഗ്രഹിക്കുന്നു ഇല്ല. പല ജില്ലയിൽപ്പെട്ട വാട്സപ്പ് കൂട്ടായ്മ ഇവിടുത്തെ തിരുവനന്തപുരം വരെയുള്ള എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ സൗഹൃദങ്ങളാണ് ഇത്രയും പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത്. ഈ ഒരു പ്രവർത്തനം മാത്രമല്ലായിരുന്നു. 99-ൽ 150 ഉസ്താദുമാർക്ക് മാസം തോറും 1200 രൂപയുടെ കിറ്റ് 6 മാസം തുടർച്ചയായിട്ട് കൊടുക്കാൻ കഴിയും. ഒരു വിധവയായ സഹോദരിക്ക് ഇപ്പോഴും എൻ്റെ ലൈവ് നോക്കിയാൽ അറിയാം, ഉപജീവന മാർഗത്തിന് വേണ്ടി 1.25 ലക്ഷം രൂപ ചെലവഴിച്ച് ടൈലറും അതുപോലെ തൊട്ട് തുണിക്കടയും വിട്ടുകൊടുത്തു. ഒരു വികലാംഗനായ ഒരു പെട്ടിക്കടയും മറ്റും 3 മദ്രസ ഇതിന്റെ നിലവിൽ നമ്മൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 മറുവിഭാഗത്തിനും 1 സുന്നി വിഭാഗത്തിനും. എവിടെയാണെന്ന് പറഞ്ഞാൽ വ്യക്തമായ അഡ്രസ് പറയാൻ കഴിയും. 1 മംഗലം കൊടിക്കരിമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഈ വിഭാഗത്തിനാണ് മദ്രസ നിർമ്മിച്ചു കൊടുത്തത്. രണ്ടാമത്തത് കൊടുത്തത് കൊയിഞ്ഞാമ്പാറ ഭാഗത്ത് പള്ളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ്. ഇത് രണ്ടും ഈ വിഭാഗത്തിനാണ്. സുന്നി വിഭാഗത്തിന് കൊടുത്തത് വടക്കഞ്ചേരിയിലാണ്, അമ്പിട്ടത്തരസി എന്ന് പറയുന്ന സ്ഥലത്ത്. തികച്ചും ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ശേഖരിച്ച് 8 ലക്ഷം രൂപ വീതമുള്ള മദ്രസയാണ് നമ്മൾ നിർമ്മിച്ചു കൊടുത്തത്. ഇതിനൊക്കെ സഹായിച്ച എൻ്റെ പ്രവാസികളോട് എത്രത്തോളം അവർ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇന്നും 2ാം ഘട്ടം റമളാൻ കിറ്റ് പ്രഖ്യാപിച്ചപ്പോ ഉസ്താദ് എന്നാണോ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് സന്തോഷം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പറയുന്നത് കൂടുതലും ഈ പരിസരത്തുള്ള പല മഹല്ലുകളിലാണ്. കച്ചേരിപ്പടിയുണ്ട്, വേങ്ങയുണ്ട്, കണ്ടമംഗലുണ്ട്, അതുപോലെ തന്നെ അമ്പായക്കോടുണ്ട്, കാഞ്ഞിരമുണ്ട്, കല്ലങ്ങൽകുയുണ്ട്, പടിവളിക്കുളമുണ്ട്, അരിയൂരുണ്ട്. ഇങ്ങനെയുള്ള മഹല്ലുകളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്നവർക്കാണ് നാം ഈ കിറ്റ് കൊടുക്കുന്നത്. അതല്ലാതെ വ്യാപകമായിട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു തആല സഹായിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമുക്കറിയാം, ഈ നാട്ടിൽ തന്നെ ഒരു വിവാഹത്തിന് സഹായിച്ചിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഈ നാട്ടിൽ തന്നെ അങ്ങനെ തൊട്ട പ്രദേശത്ത് തന്നെ. പക്ഷേ ഇതൊന്നും പബ്ലിസിറ്റി ചെയ്യാതെയുള്ള പ്രവർത്തനമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥന മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ തന്നവരൊക്കെ നമ്മുടെ വാട്സപ്പ് നോക്കിയാൽ അറിയാം. ഉസ്താദെ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ബിസിനസ്സിൽ തകർന്നവരുണ്ട്. ഉമ്മ ഹോസ്പിറ്റലാണ് 5 കിറ്റ് തന്ന ഒരു വ്യക്തി ആസിറ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഉമ്മാൻ, അതിന്റെ ഉപ്പയും അതുപോലെ തന്നെ ഭർത്താവും അറ്റാക്ക് മൂലം മിംസ് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അറിയിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഈ മഹത്തായ ഫദ്ല് കൊണ്ട് രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ്, നീ ശമനം നൽകണേ അല്ലാഹ്. ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നവരാ. അങ്ങനെ നിരവധിയുണ്ട്. അതൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരു വ്യക്തി 16 കിറ്റാണ്, കോഴിക്കോട്ടുകാരന് 16 കിറ്റാണ്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ പാടില്ല. 16 കിറ്റാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ 5 കിറ്റും 3 കിറ്റും 1 കിറ്റും നൽകി, 2 കിറ്റും നൽകി നമ്മെ സഹായിച്ചത് നമ്മുടെ മണ്ണാർക്കാട് പരിസരത്തുള്ളവരാകെ 2-3 ഉള്ളൂ. മറ്റതൊക്കെ അകലെയുള്ള ജില്ലക്കാരാ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലക്കാരാ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? പാവങ്ങളുടെ പ്രാർത്ഥന കിട്ടും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ്. അതല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യണം.
നിങ്ങളത് സദാസമയം എന്ന് ഞാൻ പറയുന്നില്ല, ഇതിന് ഉപയോഗിക്കുന്ന കാലത്തോളം നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കിറ്റ് കൂടി കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് നമുക്ക് എത്തണം. കഴിഞ്ഞ വർഷം ഒരു കൊല്ലം കൊടുത്തിട്ടുണ്ട്. 1 കിലോ ഇറച്ചി കിലോ പൈസയും 5 കിലോ അരിയും വീതം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സയ്യിദ് നബി, എല്ലാവരും അറിയുന്നതാണ്. 99 മുതൽ നമ്മോടൊപ്പമുള്ളതാണ് കുന്നത്തമണി എന്ന് പറയുന്ന സയ്യിദ് നബി. അദ്ദേഹത്തിന് അറിയാം നമ്മുടെ പ്രവർത്തനം. ഇതൊന്നും ഇല്ലാത്തല്ല പറയുന്നത്. അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ പേരിൽ കയറിയാൽ അറിയാം. ആ കൊടുത്തതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രഭാഷണം കേൾക്കുന്നില്ല, വണ്ടിയെടുത്ത് വന്നവരുണ്ട്, അവർക്ക് വൈകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയൊരു സന്ദേശ പ്രഭാഷണവും ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ അംശം തെരഞ്ഞുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي كفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه الشرفاء ما بعد. പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങളെ, കൂടുതൽ നീട്ടി പരത്തി സംസാരിക്കുന്നില്ല. വിശുദ്ധ റമദാൻ ശരീഫ് നമ്മുടെ വെളിപ്പാടകലെ വന്നു നിൽക്കുകയാണ്. 1-2 ദിവസത്തിനകം നാമൊക്കെ വിശുദ്ധ റമദാൻ ശരീഫിലേക്ക് കാലെടുത്ത് കുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ മാസത്തിന്റെ പവിത്രതയെ മനസ്സിലാക്കിക്കൊണ്ട് ആ മാസത്തിന് അറിയിക്കുന്ന പ്രാധാന്യം നൽകിക്കൊണ്ട് അതിലുള്ള കർമ്മങ്ങൾ കൃത്യവും വ്യക്തവുമായി നിർവഹിക്കാനും വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമായ ഈ വിശുദ്ധ റമദാൻ ശരീഫിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും അദ്കാറുകൾ, തഹ്ലീലുകൾ, തസ്ബീഹുകൾ തുടങ്ങിയ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുവാനും പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. 99 മുതൽ തുടങ്ങിയ നമ്മുടെ ഈ ചാരിറ്റി പ്രവർത്തനം, അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ, അതിൽ കിട്ടിയ നേട്ടങ്ങളൊക്കെ നിങ്ങൾ അടിവരയിട്ട് വളരെ ആധികാരികമായി കൊണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ ചെയർമാൻ ആയ മദയിൽ നിന്ന് അറിയാനിടയായി. ആ ഭാഗത്തെ കൂടുതൽ പഠിക്കുന്നില്ല. വിശന്നവർക്ക് ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നിരവധി ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്ന ഒരു സൽപ്രവർത്തനമാണ് സ്വതക്ക. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ എന്നും ഒരു പക്ഷി ഒരു മരത്തിൽ മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞ് ഏകദേശം കുഞ്ഞുങ്ങൾ പാറിപ്പറക്കാനാകുന്നതോടുകൂടി ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആ വൃക്ഷത്തിൽ കയറി ആ പക്ഷിക്കുഞ്ഞുങ്ങളെ അറുത്ത് മാംസമാക്കി കഴിക്കും. ഇങ്ങനെ നിരന്തരം ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷകളും